ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഹരീഷും നീതുവും തമ്മിലുള്ള ബന്ധം എതിർക്കുന്ന നീതുവിന്റെ വീട്ടുകാർ ഹരീഷും നീതുവും തമ്മിൽ കാണാതിരിക്കാനായി നീതുവിനോട് പുറത്തേക്ക് പോകരുതെന്നും വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങരുതെന്നും പറയുകയാണ്. സുധീഷിന്റെ സഹായത്തോടുകൂടി ഹരീഷ് നീതുവിനെ കാണാനായി വീടിന്റെ അരികിലേക്ക് വരികയാണ്. നീതുവിന്റെ ഫോണും വീട്ടുകാർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ആ വഴി വന്ന ഒരു പെൺകുട്ടിയുടെ സഹായത്തോടുകൂടി നീതുവിനെ പുറത്തിറക്കുകയാണ് സുധീഷ്. സന്തോഷത്തോടുകൂടി ഹരീഷിന്റെ അരികിലേക്ക് വന്ന നീതു ചോദിക്കുന്നു, ഹരീഷ് നീ എന്താടാ ഇവിടെ? അപ്പൊ ഹരീഷ് പറയുകയാണ്, എനിക്ക് നിന്നെ കാണുമെന്ന് തോന്നി, അതാ വന്നത്. വീട്ടിലെ പ്രശ്നമൊന്നുമില്ലല്ലോ? അപ്പൊ നീതു പറയുകയാണ്, പ്രശ്നമൊന്നുമില്ല, വീട്ടിലെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇത് കേട്ട് സുധീഷ് ചിരിക്കുമ്പോൾ നീതു ചോദിക്കുന്നു, എന്തിനാ നിന്റെ ചേട്ടനെ കൂട്ടിക്കൊണ്ടു വന്നത്? അപ്പൊ സുധീഷ് പറയുന്നു, ഞാൻ വന്നതുകൊണ്ടാ ഒരു പെണ്ണിന്റെ സഹായത്തോടുകൂടി നിന്നെ പുറത്തിറക്കാൻ പറ്റിയത്. ഇത് കേട്ട് നീതു പറയുന്നു, സുധീഷ് ചേട്ടൻ ചെയ്തത് വലിയ ഉപകാരമാണ്. ഞങ്ങൾക്ക് കുറച്ച് പേഴ്സണലായി സംസാരിക്കണം. സുധീഷ് ചേട്ടൻ കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കും. ശരി, ഞാൻ പോവാ, നിങ്ങൾ സംസാരിക്കുന്ന പറഞ്ഞ് ഹരീഷിന്റെ തോളിലൊന്ന് തട്ടിയിട്ട് സുധീഷ് കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ്. നീതു നീ ഓക്കെ അല്ലേന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ വിഷമത്തോടുകൂടി ഹരീഷിനെ കെട്ടിപ്പിടിക്കുകയാണ് നീതു. ചുറ്റും നോക്കി ടെൻഷനോടുകൂടി ഹരീഷ് പറയുന്നു, ആരെങ്കിലും കാണും നീതു, നീ അങ്ങോട്ടേക്ക് മാറി നിൽക്ക്. അപ്പൊ നീതു പറയുകയാണ്, കാണുന്നെങ്കിൽ കാണട്ടെ, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു. എന്റെ കയ്യിൽ ഫോണും ഇല്ല, നിന്നോട് സംസാരിക്കാൻ പറ്റുന്നില്ല. നിന്നോട് സംസാരിക്കാതെയും കാണാതെയും വല്ലാത്ത വിഷമമാണ് എനിക്ക്. മരിക്കണമെന്ന് പോലും തോന്നിപ്പോയി. നീ എന്നെ കാണാൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും നിന്നെ കാണാൻ വന്നേനെ. ആ വഴി ബൈക്കിൽ വന്ന അഖിൽ അവരെ കാണുകയും ദേഷ്യത്തോടുകൂടി അരികിലേക്ക് വന്ന് നീതുവിനെ പിടിച്ചു മാറ്റി കാരണമുഖ ചടിക്കുകയാണ്. എന്തിനാണ് നീ അവളെ അടിക്കുന്നതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ അഖിൽ ചോദിക്കുന്നു, മിണ്ടാതെ എന്നോണം, റോഡിൽ നിന്ന് നീയൊക്കെ എന്താ ചെയ്യുന്നത്? നാണക്കേട് തോന്നുന്നില്ലേ? വാടി ഇങ്ങോട്ടെന്ന് പറഞ്ഞ് നീതുവിനെ പിടിച്ചു വലിച്ച് അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് അഖിൽ. പതിയെ കൂട്ടിക്കൊണ്ട് പോടാന്ന് പറഞ്ഞ് സുധീഷ് ഹരീഷിന്റെ അരികിലേക്ക് വരികയാണ്. ശേഷം ഹരീഷിനെ കൂട്ടി സുധീഷ് അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് അഖിലും അമ്മയും കൂടി നീതുവിനെ തല്ലുകയാണ്. ചന്ദ്രൻ ചോദിക്കുന്നു, നീതു നിന്നോട് എത്ര പറഞ്ഞാലും നീ കേൾക്കില്ലേ? അപ്പൊ അഖിൽ പറയുകയാണ്, ഇവളാ ഹരീഷിനെ കെട്ടിപ്പിടിച്ചോണ്ട് ആ റോഡ് സൈഡിൽ നിൽക്കുകയായിരുന്നു. ദേഷ്യത്തോടുകൂടി അമ്മ ചോദിക്കുന്നു, എന്ത് കെട്ടിപ്പിടിച്ചെന്നോ? എടി നാണമില്ലാത്തവളെ, നീ അവരെ കെട്ടിപ്പിടിച്ചോന്ന് ചോദിച്ച് അമ്മ നീതുവിനെ തല്ലുകയാണ്. അമ്മയെ തടങ്ങിയ ദേഷ്യത്തോടുകൂടി നീതു പറയുകയാണ്, എനിക്ക് ഹരീഷിനെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? നിങ്ങൾക്ക് മറവി രോഗമൊന്നും ഇല്ലല്ലോ. നിങ്ങൾ എന്നെ അടിച്ചാലും വഴക്ക് പറഞ്ഞാലും ഞാൻ അവനെ പ്രണയിക്കൂ, അവനെ കല്യാണം കഴിക്കൂ. ഇത് കേട്ട് അഖിൽ നീതുവിന്റെ കർണം പുകച്ചടിക്കുമ്പോൾ നീതുവും അഖിലിന്റെ കർണം പുകച്ചടിക്കുകയാണ്. ഇത് കണ്ടമ്മ എടീന്ന് വിളിക്കുമ്പോൾ നീതു അഖിലിനോട് പറയുന്നു, ദേഹത്ത് കൈവയ്ക്കരുത്, നീ അടിച്ചാൽ ഞാൻ തിരിച്ചടിക്കും, അത് നിനക്കും അറിയാലോ. അപ്പൊ അമ്മ പറയുകയാണ്, വീടിന് മാനക്കേടുണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ നീ ചെയ്യുന്നത്? അത് ചോദ്യം ചെയ്യുന്ന നിന്റെ ചേട്ടനെ നീ തല്ലൂ. അമ്മയൊന്ന് നിർത്തുന്നുണ്ടോന്ന് നീതു പറയുമ്പോൾ ചന്ദ്രൻ പറയുകയാണ്, നീതു ഇനി എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല, ഞാൻ പറയുന്നത് നീ കേട്ടേ പറ്റൂ. അപ്പൊ നീതു പറയുകയാണ്, ഇല്ലച്ചാ, ഈ കാര്യത്തില് നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റില്ല. എന്താടി പറഞ്ഞതെന്ന് ചോദിച്ച് അഖിൽ നീതുവിനെ തല്ലുമ്പോൾ നീതുവും തിരിച്ചു തലയ്ക്കുകയാണ്. അവരെ പിടിച്ചു മാറ്റാനായി ശ്രമിക്കുകയാണ് അമ്മ. ചന്ദ്രൻ പറയുന്നു, നിർത്തുന്നുണ്ടോ? ദേ നോക്ക് നീതു, ഞങ്ങൾ പറയുന്നത് കേട്ട് നിനക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിക്ക്, ഇല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോണം. ഇത് കേട്ട് അമ്മ പറയുകയാണ്, നിന്റെ അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ, ഞങ്ങളുടെ വാക്ക് കേട്ട് അനുസരണയോടുകൂടി ഇവിടെ കഴിയാമെങ്കിൽ കഴിഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോയ്ക്കോ. നീ ചത്തുപോയെന്ന് ഞങ്ങൾ വിചാരിച്ചോളാം. നീ കാരണം ആർക്കും ഒരു സമാധാനമില്ല, ദിവസവും വഴക്കും ബഹളവും. ഇനി നീ കാരണം അപമാനിക്കപ്പെട്ട് നാട്ടുകാരുടെ മുമ്പിൽ നിൽക്കാൻ ഞങ്ങൾക്ക് വയ്യ. ചന്ദ്രൻ പറയുന്നു, നീതു എന്താ അച്ഛൻ ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിക്കരുത്. കൊച്ചു കുട്ടികളോട് പറഞ്ഞു തരുന്നത് പോലെ ഞാൻ നിന്നോട് പറഞ്ഞു തന്നു, നീ കേട്ടില്ല. നീ എത്ര വാശി പിടിച്ചാലും ആ ഹരീഷ് നീയുമായുള്ള കല്യാണം നടത്തി തരില്ല. അപ്പൊ നീതു പറയണ, ഞാനിപ്പം കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞില്ലല്ലോ അച്ഛാ, പക്ഷെ എന്തെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഹരീഷിനെ കല്യാണം കഴിക്കൂ. ഇത് കേട്ട് അമ്മ പറയണ, ദേ നോക്ക്, നിന്റെ അച്ഛൻ പറഞ്ഞതുപോലെ ഈ വീട്ടിൽ താമസിക്കണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞത് അനുസരിച്ചേ പറ്റൂ. ഇല്ല കണ്ടവനും കെട്ടിപ്പിടിച്ച് തെരുവി നിൽക്കുമെന്ന് നീ പറഞ്ഞാൽ ഇപ്പോഴേ നിന്റെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഇവിടെ നിറങ്ങിക്കോ. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി റൂമിനകത്തേക്ക് കയറി വാതിലടയ്ക്കുകയാണ്. ചന്ദ്രൻ പറയുന്നു, എടി അവൾ ഇറങ്ങി പോവോ? ചെന്ന് നോക്ക്. അപ്പൊ അഖിൽ പറയണ, അവൾ എങ്ങോട്ടും പോകില്ല അച്ഛാ. വാതിൽ തട്ടി വാതിൽ തുറക്കെന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ് നീതുവിന്റെ അമ്മ. ബാഗ് എടുത്ത് നീതു പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അഖിൽ ചോദിക്കുന്നു, എന്താടി ബാഗൊക്കെ എടുത്ത് ഇറങ്ങുവാണോ? അപ്പൊ നീതു പറയുകയാണ്, എന്നെ ജനിപ്പിച്ചവര് തന്നെയല്ലേ പറഞ്ഞത് ഇവിടെ താമസിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ പൊയ്ക്കോളാൻ. നിങ്ങൾ പറയുന്നത് കേട്ട് ഹരീഷിനെ പറഞ്ഞതും എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം. അപ്പൊ അഖിൽ പറയുകയാണ്, കേട്ടില്ലേ അമ്മേ, അവള് പറഞ്ഞത് കേട്ടില്ലേ? അപ്പൊ അമ്മ പറയുകയാണ്, വീട് വിട്ട് ഇറങ്ങി പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നത് കേട്ട് അടങ്ങി ഒഴുതുങ്ങി ഇവിടെ ജീവിക്കുന്നതിന് പകരം ബാഗ് എടുത്ത് ഇറങ്ങി പോവാണോ? എന്ത് ധൈര്യത്തിലടി നീ ബാഗ് എടുത്ത് ഇറങ്ങി പോകാനായി വന്നത്? നിനക്കെന്താ ജോലിയുണ്ടോ? കാശ് സമ്പാദിക്കുന്നുണ്ടോ? നിന്റെ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ കാശ് തരുന്നത് നിന്റെ അച്ഛനല്ലേ? പറയടി, ഇവിടെ നിറങ്ങിയാൽ നീ എന്ത് ചെയ്യും? അപ്പൊ നീതു പറയുകയാണ്, എന്തെങ്കിലും ചെയ്യും, പക്ഷെ ഇനി എനിക്ക് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. നിങ്ങളെ ഞാൻ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? നിങ്ങളുടെ വാക്ക് കേൾക്കാതെ ഞാൻ ഹരീഷിനെ പോയി കാണുന്നതും നിങ്ങൾ അതിന്റെ പേരിൽ എന്നെ തല്ലുന്നതും എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇനി എനിക്ക് നിങ്ങളുടെ അടി വാങ്ങാനൊന്നും പറ്റില്ല. അമ്മ മാത്രമല്ലല്ലോ, ഈ തടിമാടൻ ചേട്ടനും എന്നെ തല്ലുകയല്ലേ? മതി, ഇതോടെ എല്ലാം അവസാനിപ്പിക്കാം. ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങുവാ. ചന്ദ്രൻ ചോദിക്കുന്നു, മോളെ വീട് വിട്ട് പോവാണെന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ പോകുന്നേ? അപ്പൊ നീതു പറയണ, എവിടെയെങ്കിലും പോവാ, പക്ഷെ ഒരു നിമിഷം പോലും എനിക്ക് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. ചന്ദ്രൻ പറയണ, എടി
നീ എന്ത് നോക്കി നിൽക്കുക? ബാഗ് വാങ്ങിക്കടി, ഇങ്ങോട്ട് താടി എന്ന് പറഞ്ഞ അമ്മ നീതുവിന്റെ കയ്യിൽ നിന്നും ബാഗ് പിടിച്ചു വാങ്ങാനായി ശ്രമിക്കുകയാണ്. അവരെ തടങ്ങിയ നീതു പറയുന്നു, അച്ഛാ എന്നെ തടയണ്ട, ഞാൻ പോവാ. ഞാൻ കാരണമല്ലേ നിങ്ങൾ വിഷമിക്കുന്നത്? നിങ്ങളുടെ സമാധാനം പോകാൻ കാരണക്കാരി ഞാനല്ലേ, ഞാൻ പോവാ. അങ്ങനെ നീതു വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ മോളെ നീതു എന്ന് വിളിച്ച് പിന്നാലെ ഓടി വരികയാണ് ചന്ദ്രൻ. അമ്മയും അഖിലും പിന്നാലെ വരുന്നു. ചന്ദ്രൻ പറയുന്നു, മോളെ ആ ഹരീഷിനെ വിശ്വസിച്ച് ആ കുടുംബത്തിലേക്ക് പോകരുത് നീ. മോൾ അച്ഛൻ പറയുന്നത് കേൾക്ക്, അതൊരു മോശപ്പെട്ട കുടുംബമാ. അപ്പൊ നീതു പറയുകയാണ്, അച്ഛൻ പറയുന്നത് ഞാൻ കേൾക്കില്ല. അത് എത്ര മോശപ്പെട്ട കുടുംബമാണെങ്കിലും അതെന്റെ പ്രശ്നമല്ലേ, ഞാൻ നോക്കിക്കോളാം. എന്റെ നല്ലതിനു വേണ്ടി നിങ്ങളൊന്നും ആലോചിക്കണ്ട. ഇതുവരെ എന്നെ വളർത്തി പഠിപ്പിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം, ഞാൻ പോവാ. നാട്ടുകാരൊക്കെ ചുറ്റും കൂടുകയാണ്. കയ്യിൽ കയറി പിടിച്ച അഖിൽ പറയുന്നു, അകത്ത് കയറിപ്പൊടി. വേദിയ ഡയലോഗ് അടിക്കാതെ അകത്തേക്ക് കയറിപ്പൊടി. അഖിലിന്റെ കൈ തട്ടിമാറ്റി നീതു പറയണ, ഇനി ഞാൻ ഈ വീട്ടിൽ താമസിക്കണമെങ്കിൽ ഞാൻ ഹരീഷുമായി സംസാരിക്കുന്നതിന് നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. ഞാൻ ഹരീഷ് എന്നുള്ള പേര് പറഞ്ഞാലേ എന്നെ തല്ലുകയല്ലേ നിങ്ങൾ പറയുന്ന ഒന്നും കേൾക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതിനെല്ലാം ഒരു പരിഹാരമേ ഉള്ളൂ, ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങുക എന്നുള്ളത്. അമ്മ പറഞ്ഞില്ലേ ഞാൻ ചത്തെന്ന് വിചാരിച്ചോളാന്ന്. എല്ലാവരും അങ്ങനെ തന്നെ വിചാരിച്ചു. അങ്ങനെ നീതു അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ അമ്മ പറയണ, എടി പറയുന്ന കേൾക്കാതെ പോവുകയല്ലേ, നീ പൊയ്ക്കോ പോടി, ഞാൻ പോവാണെന്ന് പറഞ്ഞ് നീതു ബാഗുമായി അവിടെ നിന്ന് പോവുകയാണ്. ചന്ദ്രൻ ടെൻഷനോട് കൂടി അകത്തേക്ക് പോകുമ്പോൾ അമ്മ പറയുന്നു, നാണം കെട്ട് നീ തിരിച്ചു വരും, അപ്പം നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്, പോടി. അഖിൽ പറയണ, അമ്മ എന്താ ഇത്? അവള് ബാഗ് എടുത്ത് പോയപ്പോൾ പോന്നാണ് അമ്മ പറയുന്നത്. അപ്പൊ അമ്മ പറയണ, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അവള് പോട്ടെ, എനിക്കൊരു മകളുണ്ടായിരുന്നു, അവള് മരിച്ചുപോയി എന്ന് ഞാൻ അങ്ങ് വിചാരിച്ചോ. പോടി പോ. എന്താ എല്ലാരും നോക്കി നിൽക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോകുന്നുണ്ടോ? തുടർന്ന് സുധീഷും ഹരീഷും നീതുവിനെ കാണാൻ പോയെന്നറിഞ്ഞ് ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് നിധി. നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോയത്? ഇത് കാരണം ആ പാവ നീതുവിനല്ലേ പ്രശ്നം. അതോർക്കുമ്പോഴാണ് എന്റെയും ടെൻഷൻ എന്ന് ഹരീഷ് പറയുമ്പോൾ അവിടേക്ക് വന്ന് സുഭാഷ് കാര്യം അന്വേഷിക്കുകയാണ്. നികേഷ് പറയുന്നു, സുഭാഷേട്ടാ വീണ്ടും പ്രശ്നമായി. എന്ത് പ്രശ്നമെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയണ, സുഭാഷേട്ടാ ഇവർ രണ്ടുപേരും നീതുവിന്റെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയിട്ടാ വന്നത്. സുഭാഷ് ചോദിക്കുന്നു, എന്തിനാടാ വീണ്ടും അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയത്? ഉള്ള പ്രശ്നങ്ങളൊന്നും പോരെ? ഇവരവരുടെ വീട്ടിലേക്കൊന്നും പോയില്ലെന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, ഹരീഷിന് നീതുവിനെ കാണാമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇവനെ കൂട്ടിക്കൊണ്ടു പോയത്. ഹരീഷും നീതുവും കൂടി സംസാരിച്ചു നിൽക്കുമ്പോൾ ആ അഖില് കണ്ടു, അതാ പ്രശ്നമായത്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. സുഭാഷ് ചോദിക്കുന്നു, എന്തിനാ നിങ്ങൾ അങ്ങോട്ട് പോയത്? അല്ലെങ്കിൽ തന്നെ അവർ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ സുധീഷ് പറയണ, സുഭാഷേട്ടാ ആ നീതുവിന്റെ കയ്യിൽ ഫോൺ പോലും ഇല്ല. നീതുവിന് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോന്ന് ഹരീഷ് ഭയന്നു, അതാ ഞാൻ ഹരീഷിനെയും കൂട്ടി നീതുവിനെ കാണാൻ പോയത്. പ്രശ്നമായോന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ, പ്രശ്നമൊന്നുമില്ല, ഞാനും നീതുവും കൂടി സംസാരിക്കുന്നത് അഖില് കണ്ടു. നീതുവിനെ പിടിച്ചു വരച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇനി അവൻ നീതുവിനെ തല്ലുമായിരിക്കും. ഇത് കേട്ട് സുഭാഷ് പറയുകയാണ്, ആ കുട്ടിയായിരിക്കും തല്ലെല്ലാം വാങ്ങിക്കൂട്ടുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഈ സമയം ബാഗൊക്കെയായി കിളിക്കൂട്ടിലേക്ക് വരികയാണ് നീതു. പുറത്തിരിക്കുന്ന ഭാസ്കരൻ നീതുവിനെ കണ്ട് ഞെട്ടി സംശയത്തോടുകൂടി അകത്തേക്ക് നോക്കുകയാണ്. ഭാസ്കരനെ ഒന്ന് നോക്കിയിട്ട് നീതു അകത്തേക്ക് പോകുന്നു. മാറി നിൽക്കുന്ന പറഞ്ഞ് സുധീഷിനെയും ഹരീഷിനെയും തള്ളി മാറ്റി അകത്തേക്ക് കയറി ഇരിക്കുകയാണ് നീതു. അരികിലേക്ക് ഇരുന്ന് ഹരീഷ് ചോദിക്കുന്നു, എന്തു പറ്റി നീതു? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? അപ്പൊ സുഭാഷ് പറയണ, നീതു മോളെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നത്. നീയും ഹരീഷും കൂടി സംസാരിക്കുന്നത് മോളുടെ ചേട്ടൻ കണ്ടില്ലേ? വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? നികേഷ് ചോദിക്കുന്നു, എന്താ ബാഗൊക്കെ എടുത്തോണ്ട് വന്നിരിക്കുന്നേ? ഇത് കേട്ട് ഹരീഷ് ബാഗിലേക്ക് നോക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, അതെ എന്താ ബാഗൊക്കെ വന്നേ? അവിടെ എന്താ പ്രശ്നം? നീതു ഒന്നും മിണ്ടാതെ കുരുങ്ങിയിരിക്കുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, എന്താ നീതു എന്താ പ്രശ്നം? അപ്പൊ നീതു പറയുകയാണ്, ഹരീഷ് നീ പോയതിനു ശേഷം എന്റെ ചേട്ടൻ വലിയ പ്രശ്നം ഉണ്ടാക്കി. എന്റെ അമ്മയും ചേട്ടനും എന്നെ മാറി മാറി അടിച്ച് ടോർച്ചർ ചെയ്യുകയായിരുന്നു. ഇത് കേട്ട് നിധി പറയുകയാണ്, സോറി ഇത്രയും പ്രശ്നമാകുമെന്ന് വിചാരിച്ചില്ല. അപ്പൊ നീതു പറയുകയാണ്, സാരമില്ല, എന്റെ വീട്ടിൽ വഴക്കുണ്ടാകുന്നത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. എനിക്ക് എന്റെ അച്ഛൻ 2 ഓപ്ഷൻ തന്നു, ഒന്നുകിൽ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോണം, അല്ലെങ്കിൽ ഹരീഷിനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യാൻ പാടില്ല. അതെങ്ങനെ എനിക്ക് പറ്റും? അതുകൊണ്ടാ ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങി പോന്നത്. ഇനി ഞാൻ ഇവിടെ താമസിക്കുന്നത്. ഇത് കേട്ട് സുധീഷ് പുഞ്ചിരിച്ച് തലയാട്ടുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, നീതു നീ എന്താ പറയുന്നേ? അപ്പൊ നീതു പറയണ, അതെ ഹരീഷ് നിന്നെ വേണോ അവരെ വേണോ എന്ന് ചോദിച്ചു. എനിക്ക് നിന്നെ മതിയെന്ന് തീരുമാനിച്ച് ഞാനിങ്ങ് പോന്നു. ഇനി ഞാൻ ഇവിടെ താമസിക്കുക. ഇനി എനിക്ക് അവിടെ പോയി അടി വാങ്ങാൻ വയ്യ. ഇനി ഞാൻ അങ്ങോട്ട് ചെന്നാലും അവരെന്നെ വീട്ടിൽ കേട്ടില്ല. ഇനി ഞാൻ ഇവിടെ തന്നെയാ താമസിക്കുക. ഇത് കേട്ട് നികേഷ് ചോദിക്കുന്നു, ശരിക്കും ഇവിടെ താമസിക്കാനാണോ വന്നേ? അപ്പൊ നീതു പറയണ, അതെ, പിന്നെ ഞാൻ എങ്ങോട്ടാ പോവുക? ഹരീഷിനെ വേണോ അതോ ആ വീട്ടിൽ താമസിക്കണോ എന്ന് ചോദിച്ചു. ഞാൻ എല്ലാത്തിനും നന്ദി പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നു. ഇത് കേട്ട് സുധീഷ് പറയണ, നീതു സൂപ്പർ, അവര് പറയുന്നത് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ ചെയ്തതാ ശരി. എടാ ഹരീഷ്, നീതു തീരുമാനിച്ചുറപ്പിച്ച് ഇറങ്ങി വന്നതല്ലേ, രണ്ടുപേരും റെഡിയാക്ക്, നമുക്ക് ഉടനെ തന്നെ ക്ഷേത്രത്തിൽ വെച്ച് നിങ്ങളുടെ കല്യാണം നടത്തണം. ഇത് കേട്ട് നീതു വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ ഞെട്ടി ടെൻഷനോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് സുഭാഷും ഹരീഷും നിധിയും നികേഷും.
സുധീഷ് പറയുന്നു കല്യാണത്തിന് ശേഷം നീതുവിന് വീട്ടിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ, ഇവിടെ തന്നെ താമസിക്കാം. എടാ ഹരീഷേ, പെട്ടെന്നാവട്ടെ, നീതു റെഡിയാകും. ഇന്ന് നിങ്ങളുടെ ലവ് സ്റ്റോറിക്ക് ഒരു എൻഡ് കാർഡ് കൊടുത്ത് മാരേജിനൊരു എൻട്രി കാർഡും കൊടുക്കാം. ഇത് കേട്ട് സുഭാഷ് പറയുന്നു, എടാ സുധീഷ്, ധൃതി പിടിക്കാതെ ഒന്ന് വെറുതെ നിൽക്ക്. അപ്പൊ സുധീഷ് പറയുകയാണ്, സുഭാഷ് എന്തേ പറയുന്നത്? നീതു വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതല്ലേ, നീതു ഇനി ഇവിടെ താമസിക്കണമെങ്കിൽ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഇത് കേട്ട് നിധി പറയുന്നു, സുധീഷ് ഒന്ന് മിണ്ടാ നിൽക്കുവോ? അപ്പൊ സുഭാഷ് പറയുന്നു, മോളെ നീതു, മോള് കുറച്ചുനേരം അകത്തിരിക്കോ, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് പറയാം. വാ നീതു, അകത്തേക്ക് വന്ന് പറഞ്ഞ് നിധി നീതുവിനെയും കൂട്ടി തന്റെ റൂമിലേക്ക് പോവുകയാണ്. റൂമിലേക്ക് വന്ന നീതു ചുറ്റും നോക്കുമ്പോൾ ഒരു കസേര എടുത്തിട്ട് കൊടുത്ത് നിധി പറയുന്നു, നീതു ഇരിക്ക്, ഞാൻ ഇപ്പൊ വരാമേ. അങ്ങനെ നീതു എല്ലാവരുടെ അരികിലേക്ക് വരുവാണ്. സുഭാഷ് ചോദിക്കുന്നു, എടാ സുധീഷ്, നമ്മൾ എന്താ ചെയ്യുക? അപ്പൊ സുധീഷ് പറയണ, എന്ത് ചെയ്യാൻ, വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന പെണ്ണിനെ തിരിച്ചു പറഞ്ഞു വിടാൻ പറ്റുമോ? അപ്പൊ നിധി പറയണ, നീതുവിന്റെ വീട്ടില് എത്ര വലിയ പ്രശ്നമായിരിക്കും നടന്നത്, നീതുവിനവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ വീട്ടിൽ നിന്നും ഇറങ്ങി വന്നത്. അപ്പൊ നികേഷ് പറയണ, എന്താ ഈ പെണ്ണുങ്ങളുടെ വീട്ടിലെല്ലാവരും പ്രശ്നം ഉണ്ടാക്കാനായി വരുന്നതെന്നാ മനസ്സിലാകാത്തെ. ഏട്ടത്തിയുടെ വീട്, സുനന്ദയുടെ വീട്, ഇപ്പം നീതുവിന്റെ വീട്, എല്ലാ വീട്ടുകാരും പ്രശ്നം ഉണ്ടാക്കാനേ വരാറുള്ളൂ. അപ്പൊ സുഭാഷ് പറയണ, തിരിച്ചു പറഞ്ഞു വിടാൻ പറ്റില്ല എന്നറിയാം, അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റുമോ? അത് ശരിയാകില്ല അല്ല മോളെ. അപ്പൊ നിധി പറയണ, അതെ സുഭാഷേട്ടാ, നമ്മുടെ വീട്ടിൽ നീതു താമസിച്ചാലും നീതുവിന്റെ അച്ഛനും അമ്മയും പ്രശ്നത്തിന് വരും, അതുകൊണ്ട് തിരിച്ചു പറഞ്ഞു വിടാനും പറ്റില്ല. ഇപ്പൊ എന്താ ചെയ്യുക സുഭാഷേട്ടാ? ഇത് കേട്ട് സുധീഷ് പറയണ, എന്താ നിധി ഇത് ഓപ്ഷൻ ഇല്ലാത്തതുപോലെയാണല്ലോ സംസാരിക്കുന്നത്, നമുക്ക് ഇവരുടെ കല്യാണം നടത്താം. ഇത് കേട്ട് എല്ലാവരും ടെൻഷനോടുകൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് ചോദിക്കാണ്, എന്താ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നത്? നീതുവിന്റെ വീട്ടില് വലിയ പ്രശ്നമാണ്, അവിടെ ഇനി താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലേ നീതു ഇങ്ങോട്ടേക്ക് വന്നത്. വഴക്കിന് കാരണം ഇവരുടെ പ്രണയമാ, അവക്ക് അവരുടെ വീട്ടിലേക്കും പോകാൻ പറ്റുന്നില്ല, നമുക്ക് ഇവിടെ താമസിപ്പിക്കാനും പറ്റുന്നില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇവരുടെ കല്യാണം നടത്തിയാൽ എല്ലാ പ്രശ്നവും അവസാനിക്കില്ലേ? എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് അവരുടെ കല്യാണം നടത്തുക എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, നീതു ഒരു ചെറിയ പെൺകുട്ടിയാ, ഹരീഷും കല്യാണത്തിനൊന്നും തയ്യാറായിട്ടില്ല, രണ്ടുപേരും ഇപ്പോഴാ സംസാരിക്കാൻ തുടങ്ങിയത്, അവര് പരസ്പരം മനസ്സിലാക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, നിധി വീട്ടിലുള്ള ആരെയും വേണ്ട, ഹരീഷിനെ മതി എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാണ് നീതു. പരസ്പരം മനസ്സിലാക്കാതെയാണോ ആ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി വരിക? ഹരീഷിനെ മതി, ഹരീഷാണ് എനിക്ക് എല്ലാം എന്ന് പറഞ്ഞല്ലേ അവള് വീട്ടിലേക്ക് വന്നത്, പിന്നെന്താ ചെയ്യുക, നമുക്ക് അവരുടെ കല്യാണം നടത്താം. ഇത് കേട്ട് നിധി പറയുകയാണ്, സുധീഷ്, ഹരീഷിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയല്ല നീതു വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്, അവളുടെ വീട്ടിലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അവക്ക് അവിടെ താമസിക്കാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യണമെന്നറിയാതെയാണ് അവള് ദേഷ്യപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, അവള് ഹരീഷിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒന്നുമല്ല ഇങ്ങോട്ട് വന്നത്, അതാദ്യം മനസ്സിലാക്ക്. ഇത് കേട്ട് സുധീഷ് പറയുന്നു, ശരി നിധി പറഞ്ഞത് ശരിയാ, അതുകൊണ്ട് ഇവരുടെ കല്യാണം നടത്താതെ ഈ വീട്ടിൽ നീതു താമസിക്കണമെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അപ്പൊ സുഭാഷ് പറയുന്നു, സുധീഷേ നീ നിർത്ത്, ഹരീഷ് ഒന്ന് ആലോചിക്കട്ടെ, ഹരീഷേ നീ എന്താ പറയുന്നേ? അപ്പൊ ഹരീഷ് പറയണ, സുഭാഷ് ഏട്ടാ ഇപ്പൊ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ. അപ്പൊ സുധീഷ് പറയുന്നു, എടാ ഹരീഷേ നീ ഇവരെ പോലെ ചിന്തിക്കരുത്, എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം, അതിനുശേഷം നമുക്ക് എന്താന്ന് വെച്ചാൽ നോക്കാം. ഇത് കേട്ട് നിധി പറയുന്നു, സുധീഷേ ഒന്ന് ക്ഷമിക്ക്, എല്ലാത്തിനും കല്യാണമല്ല സൊല്യൂഷൻ. സുധീഷ് ചോദിക്കുന്നു, നിധി വേറെ എന്ത് ഓപ്ഷനാണ് മുന്നിലുള്ളത്? അവളെ ഇവിടെ വെറുതെ താമസിപ്പിക്കാൻ പറ്റില്ല, അങ്ങനെ നമ്മൾ നീതുവിനെ ഇവിടെ താമസിപ്പിച്ചാൽ എന്റെ മകളെ തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അവർക്ക് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റും, ശേഷം ഭീഷണിപ്പെടുത്തി അവർ നീതുവിനെ ഇവിടുന്ന് കൊണ്ടുപോകും, അവിടെ ചെന്നാൽ നീതുവിന് ഒരു സമാധാനം കൊടുക്കില്ല, അവര് ടോർച്ചർ ചെയ്യും. ഇപ്പൊ അങ്ങനെയല്ലേ നീതു വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, ഇനി അങ്ങോട്ടേക്ക് പറഞ്ഞു വിടണോ? കല്യാണം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു വഴി. സുഭാഷ് ഏട്ടാ ഞാൻ പറയുന്നത് കേക്ക്, നമുക്ക് ഇവരുടെ കല്യാണം നടത്താം, അതിനുശേഷം നീതുവിന്റെ വീട്ടുകാർ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ അവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവുമാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച് സംസാരിക്കാൻ നമ്മുടെ മുന്നിൽ ഒരു പോയിന്റ് ഉണ്ട്. ഇത് കേട്ട് സുഭാഷ് ചോദിക്കുന്നു, ഹരീഷൻ നീ എന്താ പറയുന്നേ? ശരിയെന്ന് പറയടാന്ന് സുധീഷ് പറയുമ്പോൾ, സുധീഷ് ഏട്ടാ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് സുധീഷിനെ കൂട്ടി കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ് ഹരീഷ്. എന്താണെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, സുധീഷ് ഏട്ടൻ എന്തിനാ ഇങ്ങനെ കല്യാണം എന്ന് പറയുന്നത്, വേറെ എന്ത് ഓപ്ഷൻ ആണുള്ളതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് ചോദിക്കാണ്, വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലേ? ഭാസ്കരൻ അവരെ ശ്രദ്ധിക്കുകയാണ്. സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടനും നിധിയും പറയുന്നത് പോലെ നീയും പറയാതെ നീതു വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാണ്, ഇനി നമുക്ക് നീതുവിനെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ പറ്റില്ല, അതേസമയം ഇവിടെ താമസിക്കാനും പറയാൻ പറ്റില്ല. നീതു ഇവിടെ ഉണ്ടെന്ന് അവളുടെ വീട്ടിലിറങ്ങിയാൽ അവളുടെ വീട്ടുകാർ ഇവിടെ വന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കും, നീതുവിനെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യും. ശരി, വീട്ടുകാർക്ക് നീതുവിനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റിയില്ലെന്ന് വിചാരിച്ചോ, പക്ഷേ നീതു ഈ വീട്ടിലുണ്ടെന്നറിഞ്ഞാൽ ഈ നാട്ടുകാർ എന്തൊക്കെ പറയും? നമ്മുടെ വീട്ടിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നറിഞ്ഞാൽ ഈ നാട്ടുകാർ മുഴുവൻ ഈ വാതുക്കലുണ്ടാകും. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇവർക്കാർക്കും ഒന്നും പറയാൻ പറ്റില്ലല്ലോ. നീ എന്തിനാണ് ഇങ്ങനെ ആലോചിക്കുന്നത്? കല്യാണം കഴിക്കാൻ നീ തയ്യാറാണോ ഇല്ലയോ? വാ തുറന്ന് പറയടാ. നിധി പറഞ്ഞതാണോ ആലോചിക്കുന്നത്? നോക്ക് ഹരീഷ്, ഇത് നല്ലൊരു സന്ദർഭമാണ്, കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. ഇത് കേട്ട് ഹരീഷ് പറയണ, സുധീഷ് ഏട്ടൻ എന്നെ കുറിച്ച് ആലോചിക്കുന്നു, നീതുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു, അതൊക്കെ ശരി, സുഭാഷ് ഏട്ടനെ കുറിച്ച് ആലോചിച്ചോ? അപ്പൊ സുധീഷ് പറയണ, എടാ നീതു ഇങ്ങോട്ടേക്ക് വന്നതിന് ഞാൻ എന്തിനാ സുഭാഷ് ഏട്ടനെ കുറിച്ച് ആലോചിക്കുന്നേ? അപ്പൊ ഹരീഷ് പറയണ, സുധീഷ് ഏട്ടാ ഞാനിപ്പോ കല്യാണം കഴിച്ചാൽ സുഭാഷ് ഏട്ടന്റെ മാനസികാവസ്ഥ എന്താകുമെന്ന് ആലോചിച്ചോ? ഇത് കേട്ട് ഒന്ന് ആലോചിച്ച് സുധീഷ് പറയണ, എടാ നിന്നെ സുഭാഷ് ഏട്ടൻ തെറ്റിദ്ധരിക്കില്ല. അപ്പൊ ഹരീഷ് പറയണ, സുഭാഷ് ഏട്ടൻ തെറ്റിദ്ധരിക്കില്ലായിരിക്കും, പക്ഷെ സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കാതിരിക്കുമ്പോൾ ഞാൻ കല്യാണം കഴിച്ചാൽ ശരിയാകുമോ?
ഇത് കേട്ട് സുധീഷ് ചോദിക്കണ സുഭാഷേട്ടൻ അങ്ങനെ ചിന്തിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? എടാ സുഭാഷേട്ടൻ അങ്ങനെയൊന്നും ചിന്തിക്കില്ല. എങ്ങനെ നിങ്ങൾക്ക് ഉടനെ കല്യാണം നടത്താമെന്നാണ് സുഭാഷേട്ടൻ ആലോചിക്കുക, അല്ലാതെ തെറ്റിദ്ധരിക്കില്ല. അപ്പൊ ഹരീഷ് പറയണ സുധീഷേട്ടന് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? എന്റെ കല്യാണം നടത്താൻ തീരുമാനിച്ചാൽ സുഭാഷേട്ടൻ ഓക്കെ പറയും. പക്ഷെ ഞാൻ അതിന് എങ്ങനെ ശരിയെന്ന് പറയാൻ പറ്റും? എനിക്കൊരു മനസാക്ഷിയില്ലേ? ഇപ്പൊ തന്നെ സുഭാഷേട്ടന്റെ കല്യാണക്കാര്യവുമായി ബന്ധപ്പെട്ട് 1008 പ്രശ്നങ്ങളാ. അപ്പൊ സുധീഷ് പറയണ എടാ നമ്മുടെ വീട്ടിലേക്ക് ഒരു പെണ്ണ് വന്നാൽ ഇവിടെ വാഴില്ല എന്നുള്ളതല്ലേ നമ്മുടെ വീടിന്റെ പ്രശ്നം. ദേ ഇപ്പൊ നിധിയുണ്ട്, ഇനി നീതു ഇവിടെ താമസിക്കാൻ തുടങ്ങിയാൽ ആ പ്രശ്നം ഇല്ലാതാകില്ലേ? ഇത് കേട്ട് ഹരീഷ് പറയണ സുധീഷേട്ടൻ വേറെ ഏതോ ലോകത്താണ് ജീവിക്കുന്നത്. സുഭാഷേട്ടന്റെ കല്യാണത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചതേ ഇല്ല. അതെന്തുകൊണ്ടാ? സുഭാഷേട്ടന്റെ കല്യാണക്കാരുമായി ബന്ധപ്പെട്ട് നമ്മൾ എവിടെ ചെന്നാലും അനിയന്റെ കല്യാണം നടന്നല്ലോ, എന്തുകൊണ്ടാണ് ചേട്ടന്റെ കല്യാണം നടക്കാഞ്ഞെന്നൊക്കെ ചോദിക്കും. സുഭാഷേട്ടൻ പാവാ, കുറച്ചു നാളത്തേക്ക് സുഭാഷേട്ടൻ സമാധാനമായിട്ട് കഴിയട്ടെ എന്ന് കരുതിയല്ലേ നമ്മള് കല്യാണത്തെ കുറിച്ച് പറയാതിരുന്നത്. ഇപ്പൊ ഞാനും കല്യാണം കഴിച്ചിട്ട് വന്നു നിന്നാൽ അത് സുഭാഷേട്ടന്റെ കല്യാണ കാര്യത്തിൽ വലിയ പ്രശ്നമാകും. പിന്നെ സുഭാഷേട്ടന് കല്യാണം ആലോചിച്ചു പോയാൽ അനിയന്മാര് രണ്ടുപേരും കല്യാണം കഴിച്ചു, ചേട്ടൻ എന്താ കല്യാണം കഴിക്കാത്തതെന്ന് ചോദിക്കില്ലേ? അതിന് സുഭാഷേട്ടൻ എന്ത് മറുപടി പറയും? എന്റെ സന്തോഷത്തിന് വേണ്ടി സുഭാഷേട്ടനെ കുറിച്ച് ആലോചിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ദേ നോക്ക് സുധീഷേട്ടാ, സുഭാഷേട്ടന്റെ കല്യാണം കഴിയാതെ എന്റെ കല്യാണത്തെ കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. ഇത് കേട്ട് സുധീഷ് പറയുകയാണ് നീ പറഞ്ഞത് ശരിയാ, ഞാൻ ഇതിനെ കുറിച്ച് ആലോചിച്ചതേ ഇല്ല. ഇത് കേട്ട് ഭാസ്കരൻ ചോദിക്കണം വിവരം ഉണ്ടോടാ? ഒരു പെണ്ണ് നിനക്ക് വേണ്ടി ഈ വീട്ടിലേക്ക് വന്നിരിക്കുക, ആ പെണ്ണിനെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക്. നിന്റെ സുഭാഷേട്ടന് ഈ ജന്മത്തിൽ കല്യാണം നടക്കില്ല, ഒറ്റയ്ക്ക് ജീവിക്കണം എന്നുള്ളത് അവന്റെ വിധിയാ. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി ഇയാളെ ഞാൻ എന്ന് പറഞ്ഞ് ഹരീഷ് ഭാസ്കരന്റെ നേരെ ചെല്ലുമ്പോൾ കയ്യിൽ കയറി പിടിച്ച് തടങ്ങിയ സുധീഷ് പറയുന്നു എടാ അടങ്ങി നിൽക്ക്, നീതു ഈ വീട്ടിലുള്ളതാ. ഹരീഷ് പറയുകയാണ് നിങ്ങളുടെ മകനായി ജനിച്ചത് കൊണ്ടാണ് സുഭാഷേട്ടന്റെ വിധി ഇങ്ങനെയായി പോയത്, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിപ്പോ. ഇത് കേട്ട് ഭാസ്കരൻ പറയുകയാണ് എന്റെ ജോലി നോക്കാൻ എനിക്കറിയാം, സത്യം പറയുമ്പോൾ ദേഷ്യം വന്നിട്ട് കാര്യമില്ലടാ. ദേ നോക്ക്, നിന്റെ സുഭാഷേട്ടന്റെ കല്യാണം നടക്കില്ല, എല്ലാവരും അവന് പെങ്ങന്മാരാ. ഇത് കേട്ട് ഹരീഷ് ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ സുധീഷ് പറയുന്നു ഹരീഷ് നീ ഒന്നും പറയണ്ട, സുഭാഷേട്ടൻ ഇത് കേട്ടോണ്ട് വന്നാൽ സുഭാഷേട്ടന് വിഷമമാകും, നിങ്ങൾ ഇവിടുന്ന് പോകുന്നുണ്ടോ? വെറുതെ ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞോണ്ട് വരും. അപ്പൊ ഭാസ്കരൻ പറയണ ഞാൻ ആവശ്യമില്ലാത്തതാണല്ലോ പറയുന്നത്, നിങ്ങൾ എല്ലാവരും ആവശ്യമുള്ളതും. അങ്ങനെ ഭാസ്കരൻ അവിടെ നിന്ന് പോകുമ്പോൾ ഹരീഷ് പറയണ കേട്ടില്ല സുധീഷേട്ടാ, വീട്ടിലുള്ള ഇയാള് പോലും സുഭാഷേട്ടനെ കുറിച്ച് പറയുന്നത്, ഞാൻ ധൃതി പിടിച്ച് കല്യാണം കഴിച്ചാൽ നാട്ടുകാരും ഇത് തന്നെയായിരിക്കും സുഭാഷേട്ടനെ കുറിച്ച് പറയുക, എനിക്കത് താങ്ങാൻ കഴിയില്ല. ഈ ആലോചന ഇവിടെ വെച്ച് നിർത്താം, കല്യാണം എന്ന ഓപ്ഷനെ കുറിച്ച് സംസാരിക്കുകയേ വേണ്ട. നീതുവിനെ തിരിച്ചു പറഞ്ഞു വിടാനും പറ്റില്ല, അതുകൊണ്ട് നീതുവിനെ എനിക്ക് കല്യാണം കഴിക്കാനും പറ്റില്ല. ഇതല്ലാതെ മറ്റെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ആലോചിക്കാം. തുടർന്ന് റൂമിലിരിക്കുന്ന നീതുവിന് ചായ കൊണ്ട് കൊടുക്കുകയാണ് നിധി. സന്തോഷത്തോടു കൂടി അത് വാങ്ങി നീതു ചോദിക്കുന്നു ഈ ചായ ചേച്ചി ഉണ്ടാക്കിയതാണോ? അതേന്ന് നിധി പറയുമ്പോൾ നീതു പറയണ ചായ നന്നായിട്ടുണ്ട്. അപ്പൊ നിധി പറയണ ചായ ഉണ്ടാക്കിയത് ഞാനല്ല സുഭാഷേട്ടനാ, ഞാൻ ഉണ്ടാക്കിയതാണെന്ന് ചുമ്മാതെ പറഞ്ഞതാ. ഇത് കേട്ട് നിധി പറയണ ഓ അങ്ങനെ, ഹരീഷിന്റെ എന്റെയും കല്യാണം നടക്കുമോ? ഇത് കേട്ട് ചുമച്ചുകൊണ്ട് നിധി ചോദിക്കുന്നു എന്താ ചോദിച്ചേ? അപ്പൊ നീതു പറയണ ഞങ്ങളുടെ കല്യാണം നടക്കാൻ പോവുകയാണോ എന്നാ ചോദിച്ചത്, അങ്ങനെ നടന്നാൽ ഞാൻ സന്തോഷമായിട്ട് ഇവിടെ കഴിയും, തിരിച്ച് വീട്ടിലേക്ക് പോകണ്ട, ഇവിടെ തന്നെ സെറ്റിൽ ആകും. അപ്പൊ നിധി പറയണ ഇല്ല നീതു, കല്യാണം എന്നുള്ളത് വലിയ കാര്യമാ, അങ്ങനെ ഒരു തീരുമാനമൊക്കെ ഉടനെ എടുക്കാൻ പറ്റുമോന്നറിയില്ല. നീതു പറയണ എന്താ വലിയ കാര്യം? കല്യാണം കഴിക്കാൻ പോകുന്ന രണ്ടുപേർക്കും ഓക്കെ ആണെങ്കിൽ കല്യാണം നടത്തേണ്ടതല്ലേ? എനിക്ക് ഓക്കെയാ. പുഞ്ചിരിച്ച നിധി പറയണ നീതു ചെറിയ പെൺകുട്ടിയല്ലേ? അപ്പൊ നീതു പറയണ എന്ത് ചെറിയ കുട്ടി? അങ്ങനെയൊന്നുമല്ല, എനിക്ക് 21 വയസ്സായി, കല്യാണ പ്രായമൊക്കെ കഴിഞ്ഞു. പുഞ്ചിരിച്ച നിധി ചോദിക്കണ നീതു ഇപ്പം കോളേജിൽ പഠിക്കുകയല്ലേ, ഇപ്പൊ എങ്ങനെയാ കല്യാണം കഴിക്കുക? അപ്പൊ നീതു പറയണ കല്യാണം നടത്തിയാലെന്താ, ഞാൻ വലിയ പഠിപ്പിച്ചിട്ടൊന്നുമല്ല, ഒരു ദിവസം മുഴുവൻ എന്റെ വീട്ടിൽ കഴിയാൻ പറ്റാത്തത് കൊണ്ടാ ഞാൻ കോളേജിലേക്ക് പോകുന്നത്, എനിക്ക് കല്യാണം കഴിക്കാൻ ഓക്കെയാ. ഇത് കേട്ട് നിധി പറയണ അവരതിനെ കുറിച്ചാ സംസാരിക്കുന്നത്, എന്ത് ഡിസൈഡ് ചെയ്യാൻ പോകുന്നതെന്നറിയില്ല. അപ്പൊ നീതു പറയണ എന്ത് വേണമെങ്കിലും ഡിസൈഡ് ചെയ്തോ, പക്ഷെ എന്നോട് വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് പറയരുത്, എനിക്ക് തിരിച്ചുപോയി അടി വാങ്ങി ചാകാൻ വയ്യ. അടി എന്ന് പറഞ്ഞാൽ എന്താ അടിയെന്നറിയോ? പുറമെല്ലാം ചുവന്ന് കിടക്കുക, അത് കാണിച്ചാൽ ചേച്ചി പോലും എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടില്ല. എന്റെ അമ്മയും ചേട്ടനും മത്സരിച്ച എന്നെ തല്ലുന്നത്, രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ എത്ര തവണയാ റൂമിനകത്ത് കയറി വാതിലടയ്ക്കുക, ഹരീഷിനോട് സംസാരിക്കരുത്, ഹരീഷുമായുള്ള പ്രണയം അവസാനിപ്പിച്ചോണോ എന്നൊക്കെ പറഞ്ഞാ അടിക്കുന്നത്. എനിക്ക് ഹരീഷിനെ കാണാതെ ഇരിക്കാൻ പറ്റില്ല, അവര് കാണാതെ ഹരീഷിനോട് സംസാരിക്കാന്ന് വിചാരിച്ചാൽ എവിടെ പോയി സംസാരിക്കാന്? ചെറിയ വീടല്ലേ, എവിടെ നിന്ന് സംസാരിച്ചാലും അവര് കണ്ടുപിടിക്കും. പുറത്തു പോയി സംസാരിക്കാന്ന് വിചാരിച്ചാൽ എന്റെ ചേട്ടൻ എന്റെ പിന്നാലെ നടക്കുക, ഞാൻ എവിടെ പോകുന്നു എപ്പോ വരുന്നു എന്നൊക്കെ നോക്കി. ഞാൻ ഹരീഷിന്റെ കൂടെ നിൽക്കുന്നത് കണ്ട് വീട്ടിലേക്ക് വന്ന എന്നെ തല്ലി ചതയ്ക്കുകയായിരുന്നു. ഇനി എനിക്ക് അടി വാങ്ങാൻ പറ്റില്ല. ഹരീഷിന്റെ എന്റെ കല്യാണം നടന്നില്ല, പക്ഷെ എനിക്ക് ഇനി ആ വീട്ടിലേക്ക് പോകാൻ വയ്യ. പുറത്തേക്ക് ഇറങ്ങി വന്ന നിധിയോട് സുഭാഷ് ചോദിക്കുന്നു നീതു എന്താ പറയുന്നത്? അപ്പൊ നിധി പറയുകയാണ് അവൾക്ക് വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സുഭാഷേട്ടാ, എന്നെ തിരിച്ച് ആ വീട്ടിലേക്ക് പറഞ്ഞു വിടരുതെന്നാ പറയുന്നത്. ഈ സമയം ഹരീഷും സുധീഷും അവിടേക്ക് വരികയാണ്. നിങ്ങൾ സംസാരിച്ചോന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് കല്യാണം നടത്താമെന്നാണ് ഞാൻ തീരുമാനിച്ചത്, പക്ഷേ ഹരീഷ് ഇപ്പൊ പറയുകയാണ് കല്യാണം വേണ്ടാന്ന്. പുറത്തേക്ക് വന്നിരുന്ന ഭാസ്കരനും അവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ്. സുധീഷ് പറയുന്നു ഇവൻ പറയുന്നതിലും ന്യായമുണ്ട്, എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പൊ സുഭാഷ് പറയുകയാണ് കല്യാണം നടത്തുന്നതിൽ
തമ്മില് പ്രശ്നമൊന്നും ഇല്ലടാ. അപ്പൊ ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ കല്യാണ കാര്യത്തെ കുറിച്ച് സംസാരിക്കണ്ട. അപ്പൊ സുഭാഷ് പറയുന്നു, കല്യാണം നടത്താതെ നീതുവിനെ നമുക്ക് ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല. ഇവിടെയാണ് നീതു ഉള്ളതെന്നറിഞ്ഞാൽ അവളുടെ വീട്ടുകാർ വന്ന് വിളിച്ചോണ്ട് പോകും. എല്ലാത്തിന്റെയും അവസാനം കല്യാണമാണോ എന്ന് എനിക്കറിയില്ല. കല്യാണം നടത്തിയേ പറ്റൂ എന്നുള്ള ഒരു തീരുമാനമാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. അകത്തേക്ക് കയറുമെന്ന് ഭാസ്കരൻ പറയുകയാണ്. ഈ കാര്യത്തില് എന്റെ അഭിപ്രായം ഞാൻ പറയട്ടെ, നിങ്ങളൊന്നും പറയണ്ടെന്ന് പറഞ്ഞ് ഭാസ്കരനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് സുധീഷ്. നിധി പറയുന്നു, എന്താണെങ്കിലും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം. നീതുവിന്റെ വീട്ടിൽ നിന്നും എപ്പോ വേണമെങ്കിലും ഇവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ സുധീഷ് പറയുകയാണ്, നിധി പറഞ്ഞതിൽ കാര്യമുണ്ട്, പക്ഷേ അവര് വരാതിരിക്കാനും സാധ്യതയുണ്ട്. നീതുവിനെ അവരെ ഇറക്കി വിട്ടതല്ലേ. അപ്പൊ നിധി പറയുകയാണ്, അങ്ങനെ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല, എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചേ പറ്റൂ. അപ്പൊ നികേഷ് പറയുകയാണ്, ഹരീഷ് ഏട്ടാ നീതുവിനെ കല്യാണം കഴിക്കുക, അത് നല്ലൊരു തീരുമാനമാണ്. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു, എന്താടാ അവന്റെ കല്യാണം കഴിഞ്ഞാൽ അടുത്തത് നിന്റെ ആണെന്നാണോ നീ ചിന്തിക്കുന്നത്? ഹരീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ ഞാൻ നീതുവിനോടൊന്ന് സംസാരിക്കട്ടെ. അപ്പൊ സുഭാഷ് പറയുകണ, എന്ത് ചോദ്യമാടാ ഇത്? ആ കുട്ടി നിന്നെ മതിയെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതല്ലേ. നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതിന് എന്നോട് എന്തിനാ പെർമിഷൻ ചോദിക്കുന്നത്? പോയി സംസാരിക്ക്. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ നീതുവുമായി ഒന്ന് സംസാരിക്കട്ടെ. അങ്ങനെ ഹരീഷ് വാതിലിൽ തട്ടി നീതുവിനെ വിളിക്കുകയാണ്. വാതിൽ തുറന്ന നീതു ചോദിക്കുന്നു, എന്താ? അപ്പൊ ഹരീഷ് പറയുകണ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, നമുക്ക് പുറത്തു പോയാലോ? സന്തോഷത്തോടു കൂടി നീതു പറയുന്നു, പോകാം ഹരീഷ്. വാദം പറഞ്ഞ നീതുവിനെയും കൂട്ടി ഹോളിലേക്ക് വന്ന ഹരീഷ് നീതുവിന്റെ ബാഗ് എടുക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എടാ ഹരീഷ് ബാഗ് എന്തിനാ എടുത്തോണ്ട് പോകുന്നേ? അപ്പൊ ഹരീഷ് പറയണ, വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും, പേടിക്കണ്ട, വാ നീതു. അങ്ങനെ ഹരീഷ് നീതുവിനെയും കൂട്ടി ബൈക്കിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. എല്ലാവരും സംശയത്തോടു കൂടി മുഖത്തോട് മുഖം നോക്കുന്നു. തുടർന്ന് നീതുവിനെയും കൂട്ടി ബീച്ചിലേക്ക് വന്ന ഹരീഷ് നീതുവിനോട് മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ്. നീതുവിനെ ഒരുപാട് ഇഷ്ടമാണെന്നും കല്യാണം കഴിക്കുകയാണെങ്കിൽ നീതുവിനെ മാത്രമേ കല്യാണം കഴിക്കൂ എന്നും ഒക്കെ ഹരീഷ് പറയുന്നു. ഇത് കേട്ട് നീതു വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോൾ ഹരീഷ് പറയുന്നു, പക്ഷെ എനിക്ക് ഉടനെ നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല. സുഭാഷ് ഏട്ടന്റെ കല്യാണത്തിന് ശേഷം ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടാമെന്ന് ഹരീഷ് പറയുകയാണ്. ഹരീഷിന്റെ വാക്കുകൾ കേട്ട് നീതു വീട്ടിലേക്ക് തിരിച്ചു പോകാനായി തീരുമാനിക്കുന്നു. അപ്പൊ ഹരീഷ് പറയുകയാണ്, വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതല്ലേ, നീ ഹോസ്റ്റലിൽ താമസിച്ചാ മതി. അപ്പൊ നീതു പറയുകയാണ്, സുഭാഷ് ഏട്ടനെ കുറിച്ച് ഞാനും ചിന്തിച്ചതാണ്. സുഭാഷ് ഏട്ടന്റെ കല്യാണത്തിന് ശേഷം നമുക്ക് കല്യാണം കഴിക്കാം. എനിക്ക് എന്റെ വീട്ടിൽ ചില അവകാശങ്ങളൊക്കെ ഇല്ലേ, ഞാൻ ആ വീട്ടിൽ തന്നെ താമസിച്ചോളാം കല്യാണം വരെ, നീ പേടിക്കണ്ട. എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നിന്നെ വിളിക്കാൻ എനിക്കൊരു ഫോൺ വേണം. തുടർന്ന് ഹരീഷ് നീതുവിനൊരു ഫോൺ വാങ്ങി കൊടുക്കുകയാണ്. ശേഷം ഹരീഷിന്റെ ഒപ്പം വീടിന്റെ അരികിലേക്ക് വന്ന നീതു ടെൻഷനോടുകൂടി നിൽക്കുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്